നാമത്തിൽ സ്നേഹവന്ദനം. ദീർഘമായി സംസാരിക്കുകയില്ല എന്നുള്ള ഒരു ശുഭവാർത്ത ആദ്യമേ നിങ്ങളെ അറിയിക്കുന്നു. പള്ളി വരുന്നവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത വേണമല്ലോ. അതിൽ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ തിരുവോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവർക്കും സ്നേഹ ബഹുമാനമുള്ള ധനകാര്യമന്ത്രി ബാലഗോപാൽ, നമ്മുടെ MP സ്നേഹമുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളും, ഗായക സംഘത്തിൻ്റെ അംഗങ്ങൾ, അകത്തിരിക്കുന്നവർ, പുറത്ത് നിൽക്കുന്നവർ, ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നവർ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ പണി 1.5 വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. വികാരിയച്ഛൻ വളരെ ബുദ്ധിപരമായി പറഞ്ഞു, 1.5 എടുത്തില്ല, 1 മാസം കുറഞ്ഞ് 1.5 എന്ന് പറഞ്ഞാൽ 1.5 വർഷം പോലും എടുത്തില്ല എന്നുള്ളതാണ്. ഞാനിവിടെ അങ്ങനെ അധിക സമയം വന്നിട്ടില്ല. പക്ഷേ എപ്പോൾ വന്നാലും ഒരു കൂട്ടം ആളുകൾ ഈ പള്ളി, ഈ പണി ഇതിൻ്റെ അകത്തുണ്ട്. ശരിക്കും എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം, ഈ പള്ളിയുടെ പണി ഈ ദൈവജനത്തിൻ്റെ നിർമ്മാണം കൂടിയാണ്. വലിയ പള്ളികൾ പണിയുകയും അതിനകത്ത് വേണ്ട രീതിയിലുള്ള ഒരു സാഹോദര്യം ഇല്ലാതിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള പള്ളി കൊണ്ട് കാര്യമായ ഗുണമില്ല. അതുകൊണ്ട് ഒന്നാമത് ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും, വികാരിയച്ഛൻ ഉൾപ്പെടെ, കൺവീനർമാർ, ഇടവകയുടെ ചുമതലക്കാർ, ഇടവക ജനങ്ങൾ, ഇവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. സന്തോഷം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അറിയിക്കുന്നു. ഇത് ഇത്രയുമെങ്കിലും വലിപ്പത്തിൽ പണിയാൻ കാരണം ഇതിൻ്റെ പുറകിൽ 2 സെൻറ്റ് സ്ഥലം നമുക്ക് നമ്മുടെ തന്നെ മെമ്പറാണ് ഇതിനെ നൽകി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് ഈ മീറ്റിങ്ങിൽ അദ്ദേഹം വിദേശത്താണ്, വന്നിട്ടുണ്ട് ഈ സമയങ്ങളിൽ. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഒരു 2-3 സെൻറ്റ് സ്ഥലം കൂടെങ്കിലും ഇനിയും തരണം എന്നാണ് എനിക്ക്. മാർത്തോമാ സഭയുടെ മുഴുവൻ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ദൈവജനത്തിൻ്റെ ദാനമാണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സിനഡിലും കൗൺസിലും ഒക്കെ ഏക്കർ കണക്കിന് സ്ഥലം നൽകാമെന്ന് പറയുന്നത് മെത്രാപ്പോലീത്തയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് സ്വീകരിക്കുന്നില്ല. കാരണം ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ ഉള്ള പല കാരണങ്ങളാൽ സാധിക്കാത്തത് കൊണ്ട് വേണ്ട എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം സഭയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചിരിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായി. തിരുമേനിയിൽ 3 ചോദിക്കുന്നത്, ഒരു 30 സെൻറ്റ് എന്താ ചോദിക്കാത്തത്? അതിമോഹം ആർക്കും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം. അപ്പോൾ ഇതങ്ങ് ഞാൻ പങ്കെടുത്തതിനാണ് പറഞ്ഞത്. എനിക്ക് 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. അതിൽ ഒന്ന്, പള്ളികൾ സഭയിലും എല്ലാ സഭകളിലും വലിയ പള്ളികളിങ്ങനെ പണിയുന്നുണ്ട്. പക്ഷേ പള്ളി നമ്മെ പണിയാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കുന്നില്ല. പള്ളി പണിയുന്നതിനേക്കാൾ പരമപ്രധാനം പള്ളി നമ്മളെ പണിയാൻ അനുവദിക്കുക. പെർമിറ്റ് ദ ചേർച്ച് ടു ബിൽഡ് അസ്. അപ്പോഴാണ് നമ്മൾ മനുഷ്യരായി തീരുന്നത്. അല്ലെങ്കിൽ വെറും കർമ്മത്തിനും ആചാരങ്ങളുടെ ആവർത്തനമായിട്ട്. നല്ല മനുഷ്യരെ സൃഷ്ടിക്കാനാണ് പള്ളി. എല്ലാ സ്ഥലവും പള്ളിയാണോ? അല്ല. ചില സ്ഥലങ്ങൾ മാത്രമാണ് പള്ളി. അത് ഒരു സീക്രട്ട് സ്പേസാണ്, ഒരു വിശുദ്ധമായ സ്ഥലമാണ്. അതിപണ്ഡിതനായ ഒരു റബായി തൻ്റെ മകനെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു, ദൈവം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് എവിടോട്ട് നോക്കിയാലും ദൈവ സാന്നിധ്യം നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും. ആ കുട്ടി ഒരു വളരെ റിലീജിയസ് ആയിട്ട്, ഒരു യഹൂദ കുട്ടി അങ്ങനെ വന്നു. അപ്പോൾ ഈ അവൻ അല്പം പ്രായമായപ്പോൾ ശ്രദ്ധിച്ചു, എല്ലാ ദിവസവും വൈകിട്ട്
അവന് വീടിനടുത്തുള്ള ഒരു ചെറിയ വനപ്രദേശത്ത് പോകും രാത്രി. കുറേ കഴിഞ്ഞപ്പോൾ ഈ പിതാവിന് ഈ രാത്രിയാകുന്നു, വനാന്തരത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ അപ്പൻ കൂടെ പോയപ്പോൾ ഇവന് ഈ വനത്തിൽ പോയി കുറച്ച് സമയം സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അപ്പൻ പറഞ്ഞു, നിന്നോട് ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ചിട്ടില്ലേ, ദൈവം എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിനായി പ്രത്യേക സ്ഥലത്ത് പോകണ്ട, എവിടെ ഇരുന്നാലും ദൈവം ഒരുപോലെയാണ് കേൾക്കും. അപ്പോൾ ഈ മകൻ പറഞ്ഞു പിതാവിനോട്, അപ്പാ ദൈവം എല്ലായിടത്തും ഉണ്ട്, ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്, പക്ഷേ ഞാൻ എല്ലായിടത്തും ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ശാന്തമായ സ്ഥലത്ത് പോകുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്ന കുറച്ച് സ്ത്രീജനങ്ങളുണ്ടല്ലോ, നല്ല സ്ത്രീജനങ്ങളാണ്, നിങ്ങളെ അറിയാം. നമ്മൾ പള്ളിയിലിരിക്കുമ്പോഴും മാർക്കറ്റിലിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒരുപോലാണോ? മലയാളം അത്ര പിടുത്തമില്ലായിരിക്കും. ആണോ അല്ലയോ? അല്ല. പിന്നെ പേറാക്കാർ സത്യമേ പറയുകയുള്ളൂ, അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഇരിക്കുന്ന ഒരു പെഷ്കാരി 2-3 പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പള്ളിയിൽ ഇരിക്കുന്നത് പോലെയുള്ള ഭക്തിയും ഈ സ്നേഹവും ഈ പുഞ്ചിരിയും വീട്ടിലും നാട്ടിലും ഒരുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പള്ളിയാകുകയില്ലയോ? കേൾക്കുന്നില്ലയോ പറയുന്നത്? അതുകൊണ്ട് പള്ളിയിൽ പോകുന്നത് ലോകത്തെ പള്ളിയാക്കാനാണ്. ഇതെൻ്റെ അഭിപ്രായമല്ല. ഇവിടെ മന്ത്രി ബാലഗോപാൽ സൂചിപ്പിച്ചു ക്രിസോസ്റ്റം തിരുമേനിയെക്കുറിച്ച്. തിരുമേനി പുസ്തകത്തിൻ്റെ പേര് ചർച്ച് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, കമ്പോളത്തിലെ പള്ളി. കമ്പോളത്തെ പള്ളിയാക്കാം, പള്ളിയെയും കമ്പോളമാക്കാം. ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പള്ളി ഇന്ന് കൂദാശ ചെയ്യുന്നത്, ഞാൻ മെത്രാപ്പൊലീത്തായുടെ അനുവാദത്തോടെ സാധാരണ ഉപയോഗിക്കാത്ത ഒരു പ്രാർത്ഥന ഞാൻ പഴയ പുസ്തകം കണ്ടപ്പോൾ അത് അനുവദിച്ചു. ആ പ്രാർത്ഥനയിൽ ഈ ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഒരു പ്രാർത്ഥന. ഈ പള്ളി കൂദാശ ചെയ്യുന്നു ഈ ദേശം അനുഗ്രഹിക്കപ്പെടാൻ. അപ്പോൾ ഒരു ലോകത്തിൻ്റെ ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കേവലം ഈ ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമല്ല, ഈ പള്ളിക്കുള്ളിൽ ഇപ്പോൾ കാണുന്ന വിശുദ്ധിയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ആ വെണ്മയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെത്തുമ്പോൾ പള്ളി പണിഞ്ഞതുകൊണ്ടേ അർത്ഥമാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ 4ാമത് ഇരിക്കുന്ന 2-3 കണ്ണാടി വെച്ച സ്ത്രീകളുണ്ടല്ലോ, അവിടെ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പം കാണാത്തതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നല്ല ഹൃദയമുള്ളവരായി നന്മയുള്ളവരായി ജീവിക്കുന്നതിനിടയാകട്ടെ. എനിക്കിന്നൊരു സന്തോഷം കൂടിയുണ്ട്. ഞാൻ ഇന്ന് മെത്രാപ്പൊലീത്തായുടെ അനുവാദത്തോടെ ഈ കൂദാശയുടെ കാർമ്മികത്വം വഹിച്ചത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അരക്കാപ്പ എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ്. അത് ഞാൻ ഇടുന്നത് മെത്രാപ്പൊലീത്ത തിരുമേനി പല പ്രാവശ്യം നോക്കിക്കൊണ്ടിരുന്നു, ശരിയാകുന്നില്ല ഇടാത്തത്. അപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഇത് തയ്പ്പിച്ചതല്ലാതെ അധികം ഇട്ടിട്ടില്ല. ബിഷപ്പായിട്ട് 10-15 വർഷമാകാൻ പോകുന്നു. ഇത് ഇടാനുള്ള ഒരു അവസരം കാര്യമായിട്ടുണ്ടാക്കി കിട്ടിയിട്ടില്ല. ഇന്നും മെത്രാപ്പൊലീത്തായുടെ ഔദാര്യം കൊണ്ടാണ് എനിക്ക് ഇടാൻ ഒത്തത്. ഇന്നുകൂടി ഇല്ലാതിരുന്നെങ്കിൽ മിക്കവാറും അത് ഇടാൻ ആ പഠിത്തം അങ്ങ് മറന്നുപോയേനെ. അപ്പോൾ എനിക്ക് അരക്കാപ്പ ഇടാനും ഇന്നത്തെ ശുശ്രൂഷ നിർവഹിക്കുവാനും തെറ്റുകളൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കാനും അനുവദിച്ച മെത്രാപ്പൊലീത്തായോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതിനെനിക്ക് വേണ്ടി മെത്രാപ്പൊലീത്തായ്ക്ക് ഒരു നല്ല കൈയടി കൊടുത്ത് സഹായിച്ചു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പള്ളി ഈ ദേശത്തിന് വളരെ അനുഗ്രഹമായി നമ്മൾ ദൈവകൃപയിൽ വളരുന്നതിന് ഇടയാകണം.